ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡനാണ്. ചെറിയ അധികം അധ്വാനമില്ലാതെ എളുപ്പം തന്നെ എന്നാൽ അത്യാവശ്യ കെയറും കൊടുത്ത് ചെയ്യുന്ന ഒരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ. അധികം വലിയതല്ല, അത്യാവശ്യ ചില കാര്യങ്ങളൊക്കെ എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടാറുണ്ട്. ഇത് ചുവന്ന ടൈപ്പ് ഒരു ബീൻസാണ്. ഇത് ഒരു ടൈപ്പ് ചില്ലിയാണ്. ഒത്തിരി ഓവർ സ്പൈസി അല്ലെങ്കിലും ഒരുമാതിരി സ്പൈസ് ഉണ്ട്. കാണാൻ നല്ല രസമാണ്. അതിൻ്റെ മാക്സിമം വലുപ്പം അതാണ്. ഇത് വേറൊരു സൈസ് ചില്ലിയാണ്. കണ്ട ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു പർപ്പിൾ എന്നൊക്കെ ബ്ലാക്ക് ഡാർക്ക് ടൈപ്പാണ്. പക്ഷെ ഭയങ്കര സ്പൈസിയാണ് ഈ ചില്ലിക്ക്. പിന്നെ അങ്ങനെ പാവൽ, പയറ് കുറച്ചേറെ മൂടുകളുണ്ട്, 4-5 മൂടുണ്ട്. അവിടെ എല്ലാം പയറുകൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇത് ചെറി തക്കാളിയാണ്. ഇതിൻ്റെ മാക്സിമം വലിപ്പം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക്ബെറി ഒക്കെ കാണത്തില്ലേ, ബ്ലൂബെറി ഒക്കെ കാണത്തില്ലേ, ആ വലിപ്പമേ കാണത്തുള്ളൂ. പക്ഷേ ചുമന്ന കളറിൽ അത് കിട്ടും. ഞാൻ കുറേ പറിച്ചായിരുന്നു, പക്ഷേ സോറി ഗൈസ്, ഞാനത് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി. എന്നാലും ഞാൻ മാക്സിമം ഞാൻ പറിച്ചതും പറിക്കാത്തതും എല്ലാമായിട്ട് ഉള്ള വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കുന്നത്. ഇത് ചെറിയ 4-5 കരിയാപ്പലിൻ്റെ ഇതുണ്ട്. എല്ലാ ചെടികളും കൂടെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ചിലപ്പം കാണാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഇതെല്ലാം കരിയാപ്പലിൻ്റെ ഓരോ ഇതാണ്. 4-5 കരിയാപ്പിളുടെ മൂടുണ്ട്. പിന്നെ നല്ല വലുപ്പമുള്ള കരിയാപ്പിലൊക്കെയാണ്. ഇതിലും ഏറെ ഹൈറ്റ് പോയായിരുന്നു, ഞാൻ മുറിച്ച് നിർത്തിയേക്കാണ്. പിന്നെ പടവലങ്ങയെല്ലാം എനിക്കറിയത്തില്ല, നല്ല രീതിയിൽ കിളിച്ച് വന്ന് ഇഷ്ടംപോലെ പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടവലങ്ങ കുറച്ചിപ്പം എനിക്ക് അത്യാവശ്യത്തിനുള്ള 2-3 പടവലങ്ങ കിട്ടി. ബാക്കിയെല്ലാം ഇങ്ങനെ മുരുട്ട് നിൽക്കുകയാണ്. പിന്നെ പറിക്കുന്ന ഇടയ്ക്കിടയ്ക്കുള്ള പുതിനേതുണ്ട്. ഇത് വഴുതനങ്ങ അത്യാവശ്യത്തിനുള്ള ഇതെല്ലാം കിളിച്ച് നിൽക്കുകയാണ്. വഴുതനങ്ങയൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. കോളിഫ്ലവർ, വഴുതനങ്ങ, പയറ്, പിന്നെ പുതിന, ബീൻസ്, അതായത് റെഡ് ബീൻസ്, പാവയ്ക്ക, മുളക്, 3 തരത്തിലെ മുളക്, കരിയാപ്പില എല്ലാം ഉണ്ട്. പിന്നെ കോവലൊക്കെ പടർന്ന് വരുന്നതേ ഉള്ളൂ. പടവലങ്ങയുണ്ട്, കുക്കുംബറുണ്ട്, ചെറി തക്കാളിയുണ്ട്, നോർമൽ തക്കാളിയുണ്ട്. അപ്പം നിങ്ങളിതെല്ലാം കണ്ടിട്ട് വാ. നോർമൽ തക്കാളിയൊക്കെ കിളിച്ചിങ്ങനെ പച്ചയായി നിൽക്കുന്നേ ഉള്ളൂ, പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് കുക്കുംബറൊക്കെ കണ്ടോ ഗൈസ്. അതുകൊണ്ട് പടവലങ്ങയൊക്കെ നിപ്പുണ്ട്. എനിക്കറിയത്തില്ല, നല്ലതായിട്ടുണ്ടായി വന്ന്. പിന്നെ ഇത് ഉള്ളിയാണ്. ഇത് അത്യാവശ്യം ഇതും ഞാൻ ആക്ച്വലി വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഉള്ളി ഞാൻ കുറേ നല്ലതായിട്ട് വെളുപ്പം വന്നായിരുന്നു. ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ്. ഇതിൽ നല്ല നീളത്തിൽ ഉള്ളി വന്ന് ഞാനത് മാക്സിമം ഒരു കൈപ്പിടിക്കുള്ള ഉള്ളിയുടെ ഇലകൾ ഞാൻ പറിച്ചെടുത്തു, അത് കൂട്ടാൻ വെക്കാൻ വേണ്ടിയുള്ളത്. അതുകൂടെ ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ സമയത്തായിട്ട് എടുത്ത വീഡിയോസും ഫോട്ടോസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് നിങ്ങളുടെ മുന്നേ കൊണ്ടുവന്നേക്കുന്നത്. ഇതൊക്കെ ചെറി തക്കാളിയാണ്, ചെറി ടൊമാറ്റോ. അതുകൊണ്ട് കുക്കുംബർ, ഇത് കണ്ടോ, മുള്ള് ടൈപ്പ് ഒരു സൈസ് കുക്കുംബറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യത്തിന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റോസത്തൈയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു ചെടി, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആ ചെടി എന്ന് പറയുന്നത് റോസ്മേരിയുടെ ചെടിയാണ്. റോസ്മേരിയുടെ ചെടിയുമുണ്ട്. അത്യാവശ്യത്തിന് എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളും എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ഉള്ള ചെടികളാണ്. അനാവശ്യമായ ഒരു ചെടികളും ഇല്ല എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് പനിക്കൂർക്കയുണ്ട്, പുതിനയുണ്ട്, തുളസിയുണ്ട്. ഇത് ഓരോ സമയത്ത് ഞാൻ പറിച്ച ഓരോ ഫോട്ടോസാണ്. എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് കുറേശ്ശെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം ബൈ.